നമസ്കാരം. സൈക്കിൾ യാത്രകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് സൈക്കിളിനെ ഒന്ന് പരിചയപ്പെടാം. ഒരു നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള റാലി സൈക്കിൾസ്, ക്ലാസിക് മാൻ ബ്രാൻഡ് സൈക്കിൾ. ഒരു കാലത്ത് സൈക്കിളുകൾ വളരെ ജനകീയമായ ഒരു വാഹനമായിരുന്നെങ്കിൽ ഇന്നിവൻ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ജനങ്ങൾ ഇവനിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. മോട്ടോർ വാഹനങ്ങളുടെ വരവോടെ ജനങ്ങളെല്ലാം സൈക്കിൾ ഉപേക്ഷിക്കുന്നു. അതിനനുസരിച്ച് പല ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ പ്രധാനമായിട്ടും വരുന്നത് ശാരീരിക അധ്വാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും വ്യായാമം തുടങ്ങുന്നത് എന്തെങ്കിലും അസുഖമുണ്ട് എന്ന് അറിയുമ്പോഴാണ്. അതുവരെ നേരെ അറിയില്ല. ഇത് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓട്ടോ ചാട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇന്ന് അതുപോലും ഇല്ലാതായി. ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ ഏത് കുട്ടിയും അനങ്ങാതെ മണിക്കൂർ കിടന്നിരുന്നോളും. അങ്ങനെ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ കാണാം പലരും ഓരോ സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങുന്നു. പാലക്കാടാണെങ്കിൽ കോട്ട മൈതാനത്ത്, തിരുവനന്തപുരത്താണെങ്കിൽ മ്യൂസിയം റോഡിൽ, അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നതാണ്. അന്വേഷിക്കുമ്പോഴാണ് അറിയുക BP അല്ലെങ്കിൽ ഷുഗർ ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ നടക്കാൻ പറഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ റാലി സൈക്കിൾസ് പ്രൊഡക്ഷൻ ഇല്ല. അതുകൊണ്ട് ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. എന്നാൽ പൂർണ്ണമായിട്ടും ഇറക്കുമതിയല്ല. ഇതിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇറക്കുമതിയാണ്. ബാക്കി പല ഇന്ത്യൻ ഭാഗങ്ങളും ഇതിനോട് കൂട്ടി യോജിപ്പിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഇതിന്റെ പ്രധാന ഭാഗം ഫ്രെയിം 1884 തോമസ് ഹംബർ എന്ന വ്യക്തി കണ്ടുപിടിച്ച സേഫ്റ്റി സൈക്കിളിന്റെ ഫ്രെയിം, ഡയമണ്ട് ഫ്രെയിം എന്നാണ് ഇതിന്റെ ടെക്നിക്കൽ നെയിം. 4 സ്റ്റീൽ ട്യൂബുകൾ, വിവിധ നീളത്തിലുള്ള 4 സ്റ്റീൽ ട്യൂബുകൾ ചേർന്ന ഒരു സ്ട്രക്ചർ. അതിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതിന്റെ ക്രാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ആക്സിൽ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അതിലാണ് പെഡല് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ആക്സിൽ നിന്ന് ഇതിന്റെ ടോപ്പ് പോസ്റ്റിലേക്കുള്ള ഹൈറ്റ്, അതാണ് ഈ ഫ്രെയിമിന്റെ അളവായിട്ട് പറയുന്നത്. ഈ സൈക്കിൾ എന്ന് പറയുന്നത് 22 ഇഞ്ച് ഫ്രെയിമുള്ള ഒരു സൈക്കിളാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എന്ന് പറയുന്നത് 22 ഇഞ്ച്. അതായത് ബ്രിട്ടീഷുകാരനാണല്ലോ ഇതൊക്കെ ആദ്യം നിർമ്മിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അളവുകളൊക്കെ ഇന്നും ബ്രിട്ടീഷാണ്. അപ്പൊ 22 ഇഞ്ച് ഫ്രെയിം. ശാസ്ത്രീയ പഠനങ്ങളനുസരിച്ച്, ഇന്നല്ല പഴയ കാലത്ത് നടന്ന പഠനങ്ങളനുസരിച്ച് 6 അടി പൊക്കം വരെ ഉള്ളവർക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിമാണിത്. ഏകദേശം 5.5 അടി മുതൽ 6 അടി വരെ. ഇത് കൂടാതെ ഒരു ഫ്രെയിമുണ്ട്, ഇതിനേക്കാൾ വലിയൊരു ഫ്രെയിമുണ്ട്, 24 ഇഞ്ച് ഫ്രെയിമുണ്ട്. അതായത് 2 ഇഞ്ച് കൂടി പൊക്കം കൂടും. അത് പക്ഷേ ഇന്ത്യയിലൊന്നും കാര്യമായിട്ട് കാണാറില്ല. കാരണം ഇവിടെ അത്രയും പൊക്കമുള്ള ആൾക്കാർ കാര്യമായിട്ടില്ലാത്തത് കൊണ്ട്. യൂറോപ്പിലും US-ലും ഒക്കെ അത്തരം ഫ്രെയിമുള്ള സൈക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ പ്രധാന ഭാഗം ഫ്രെയിം അവൻ ഇറക്കുമതിയാണ്. ഇംഗ്ലണ്ടിൽ നിർമ്മിക്കപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ബാഡ്ജിങ്ങുകൾ കാണാം. റാലി എന്നും ക്ലാസിക് മാൻ എന്നും അവരുടെ റാലിയുടെ ഒരു എംബ്ലമുണ്ട്. 125 വർഷത്തെ പാരമ്പര്യം വിളിച്ചു പോകുന്നു. വാസ്തവത്തിൽ 125 അല്ല. അതായത് ഇത് ഇറക്കുമതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഞാൻ വാങ്ങിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ്. 1887 നിർമ്മാണം തുടങ്ങിയ റാലി കമ്പനി 125 വർഷം എന്ന് പറയുമ്പോൾ 2022 ആവുന്നത്. 2022 നിർമ്മിക്കപ്പെട്ടതായിരിക്കാം. അത് ഇറക്കുമതിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എത്തിയപ്പോൾ പിന്നെയും 3 വർഷം വൈകി. അതങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതോ 125 അതിനെ റൗണ്ടായിട്ട് എഴുതി വെച്ചിരിക്കുകയാണോ എന്നും അറിയില്ല. ഈ മെയിൻ ഫ്രെയിമിൽ നിന്ന് 2 റോഡുകൾ ബാക്കിലേക്ക് നീങ്ങുന്നുണ്ട്. ഒന്ന് സെൻട്രൽ ആക്സിൽ നിന്നും, പിന്നെ ഒന്ന് ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് സാഡിൽ പോസ്റ്റ്. നമ്മളിതിനെ സാധാരണ സീറ്റ് എന്നാണ് പറയുന്നതെങ്കിലും ഇത് വാസ്തവത്തിൽ ടെക്നിക്കലി സാഡിൽ എന്നാണ് പറയുക. കാരണം കുതിരകളുടെ പിൻഗാമിയാണല്ലോ സൈക്കിൾ. കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ മനുഷ്യന് ഇരുന്നിരുന്ന ഭാഗത്തിനെ സാഡിൽ എന്നാണ് വിളിച്ചിരുന്നത്. സൈക്കിളിലും ആ പതിവ് തുടർന്നു. അതുകൊണ്ട് സൈക്കിളിന്റെ സാഡിൽ എന്നാണ് ഇപ്പോഴും ഇംഗ്ലീഷുകാരൊക്കെ ഇതിനെ വിളിക്കുന്നത്. ഒരു രീതിയിൽ ആലോചിച്ചാൽ നമുക്ക് അങ്ങനെ വിചാരിക്കണം. കുതിരപ്പുറത്തിരിക്കുന്ന പോലെ 2 വശത്തും കാലിട്ടാണ് ഇതിലൊക്കെ ഇരിക്കുന്നത്. എല്ലാ ടൂ വീലറിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ബാക്കി വാഹനങ്ങൾ അങ്ങനെയല്ല. അപ്പൊ അതിനെ സീറ്റൊന്നും ഇതിനെ സാഡിൽ നിന്നും വിളിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ഈ സാഡിൽ പോസ്റ്റിൽ നിന്നും സെൻട്രൽ ആക്സിൽ നിന്നും 2 പൈപ്പുകൾ പുറകോട്ട് നീങ്ങുന്നുണ്ട്. അത് ഇതിന് ചെയിൻ സ്റ്റേ എന്നും ഇതിന് സാഡിൽ സ്റ്റേ എന്നുമാണ് പറയുക. പിന്നെ ഈ റാലി, ഹംബർ അങ്ങനെ ചില സൈക്കിളുകൾ ഈ ഭാഗങ്ങളെല്ലാം സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു പലതും അങ്ങനെയല്ല.
ഇന്ന് പലതരം അലോയ്സ് ഉണ്ട്. അലോയ്സ് ആകുമ്പം വെയിറ്റ് കുറയും. ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നല്ല വെയിറ്റാണ്. ഏകദേശം 25 കിലോഗ്രാം വെയിറ്റുള്ള ഒരു സൈക്കിളാണിത്. അതേസമയം ഇന്ന് മറ്റ് പല സൈക്കിളുകളും 12, 13, പിന്നെ അതിലും താഴോട്ടൊക്കെയാണ് പല സൈക്കിളുകളുടെയും വെയിറ്റ്. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സെൻട്രൽ ആക്സലിൽ പെഡലുകൾ കാണാം. ഈ പെഡൽ പക്ഷേ ഇമ്പോർട്ടഡ് അല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രോഡക്റ്റാണ്. അതിൻ്റെ പേര് പ്രത്യേകിച്ച് പേരുകളൊന്നും ഇവിടെ എഴുതി കാണാനില്ല. ഹെവി ഡ്യൂട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വ്യത്യാസം, അത് ഈ ഹാൻഡിലും ഈ പെഡലിൻ്റെ ഈ ഒരു ഭാഗവും രണ്ടും പ്ലേറ്റിംഗ് ഉള്ള ഒരു ഭാഗമാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ട് 4 മാസമേ ആയുള്ളൂ. എപ്പോഴേക്കും അവിടെയൊക്കെ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞു. ഇവിടെ ഒന്നും നമുക്ക് തുരുമ്പിൻ്റെ അംശം കാണില്ല, കാരണം എവൻ ഒറിജിനലാണ്, ഇമ്പോർട്ടഡാണ്. അപ്പോൾ ആ പ്ലേറ്റിങ്ങിന് എന്തായാലും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. നിർമ്മാണ നിലവാരം എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യത്യാസം ഈ ഇതിലുള്ള ഇന്ത്യൻ ഭാഗങ്ങളും ഇമ്പോർട്ടഡ് ഭാഗങ്ങളും നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലോഡ് കാരിയറുണ്ട്. അത്യാവശ്യം ഭാരമുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാവുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ഒരു സ്പ്രിംഗ് ലോഡ് ചെയ്യാവുന്ന ഭാഗമുണ്ട്, അതവിടെ ചേർന്നിരിക്കുന്നത്. അല്ലാതൊക്കെ ആണെങ്കിൽ തന്നെ കെട്ടി വയ്ക്കേണ്ടി വരും. അതിന് 3 ഭാഗത്തുള്ള സപ്പോർട്ടുണ്ട്. ഈ സാഡിൽ സ്റ്റേയിലും അതുകൂടാതെ സെൻട്രൽ ആക്സിലിന്റെ 2 ഭാഗത്തേക്കും സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് എത്ര ഭാരം കയറ്റിയാലും സ്ഥാനചലനമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ സ്വന്തമായിട്ട് നിലയില്ലാത്ത ഒരു ഇരുചക്ര വാഹനമായതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡും കാണാം. അത് ഈ 2 വീലറിലൊക്കെ ഇപ്പോൾ 2 തരം സ്റ്റാൻഡ് വരുന്നുണ്ട്, സെൻട്രൽ സ്റ്റാൻഡും സൈഡ് സ്റ്റാൻഡും. ഇവനെ ഒരു സെൻട്രൽ സ്റ്റാൻഡിന്റെ രൂപത്തിൽ കണക്കാക്കാം, കാരണം എപ്പോഴും സ്റ്റാൻഡ് കിട്ടാൻ ഒന്ന് നിവർന്നു നിൽക്കും. ഇന്നത്തെ മോഡേൺ സൈക്കിൾസിലൊന്നും ഇത്തരം സെൻട്രൽ സ്റ്റാൻഡ് ആയിരിക്കില്ല, സൈഡ് സ്റ്റാൻഡ് ആയിരിക്കും, ചരിഞ്ഞേ നിൽക്കും. പിന്നെ ഇപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് സൈക്കിളിലൊന്നും സ്റ്റാൻഡേ ഇല്ല. അവിടെയൊക്കെ ഏറ്റവും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് രീതി. അതുകൊണ്ട് സ്റ്റാൻഡ് ഉപയോഗിക്കാറില്ല. എവിടെയെങ്കിലും ചെന്ന് വണ്ടി നിർത്തിയാൽ പിന്നെ ഒന്നുകിൽ വല്ല പോസ്റ്റും തപ്പണം, അല്ലെങ്കിൽ നിലത്ത് കിടത്തി കിടണം. അതാണ് അവസ്ഥ. പിന്നെ ഇതിൽ നമുക്കൊരു മഡ് ഗാർഡ് കാണാം. ഏകദേശം വീലിൻ്റെ പകുതിയിൽ കൂടുതൽ കവർ ചെയ്ത് നിൽക്കുന്ന മഡ് ഗാർഡ്. അതും സ്റ്റീലിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, പക്ഷേ ഇന്ത്യനാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. ഏതായാലും ഈ തരം മഡ് ഗാർഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരിക്കലും നമുക്ക് ദേഹത്തേക്ക് മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് ചെളി തെറിക്കില്ല. ഇന്ന് പല സൈക്കിളുകളിലും വളരെ ചെറിയ മഡ് ഗാർഡാണ്. എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഈ ഇടയ്ക്ക് ഞാനൊരു സൈക്കിളിൻ്റെ മാനുവലിൽ വായിച്ചപ്പോൾ മനസ്സിലായത് തലയിലേക്കും മുഖത്തേക്കും ചെളി തെറിക്കില്ല, അതായത് ശരീരത്തിൻ്റെ ബാക്കി ഭാഗത്തെല്ലാം ചെളി ഉറപ്പാണ് മഴക്കാലത്ത് വണ്ടി ഓടിച്ചാൽ എന്നുള്ളതാണ് അവസ്ഥ. ഈ തരം മഡ് ഗാർഡിന് ഫുൾ ലെങ്ത് മഡ് ഗാർഡ് എന്നാണ് പറയുക. ഈ മഡ് ഗാർഡ് എന്ന് പറയുന്നത് തന്നെ പഴയ ബ്രിട്ടീഷ് വേർഡാണ്. ഇപ്പോൾ മോഡേൺ US ഇംഗ്ലീഷിൽ ഇതിനെ ഫെൻഡർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇത് ഫുൾ ലെങ്ത്. ഇന്നത്തെ മോഡേൺ സൈക്കിൾസിൽ കാണുന്നതിന് പാർഷ്യൽ ലെങ്ത് എന്നാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പോർട്സ് സൈക്കിളൊക്കെ ആകുമ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മഡ് ഗാർഡ് അല്ലെങ്കിൽ ഫെൻഡർ എന്ന് പറയുന്ന സാധനമേ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഹാൻഡിലായിട്ട് നമുക്ക് ബ്രേക്ക് ലിവർ 2 ഉണ്ട്. ഇത് റിയർ, ഇത് ഫ്രണ്ട്. ഇതിൽ നിന്നെല്ലാം സ്റ്റീൽ റോഡുകളാണ് ബ്രേക്ക് ഷൂവിലേക്കുള്ള കണക്ഷൻ വരുന്നത്. ഇതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. ബ്രേക്കിൻ്റെ ആക്ഷൻ സഡൻ ആയിരിക്കില്ല, സ്ലോ ആക്ഷൻ ആയിരിക്കും. പിന്നെ ഈ സൈക്കിളുകളെന്ന് പറയുന്നത്, ഈ ഹെവി സൈക്കിൾ എന്ന് പറയുന്നത് അങ്ങനെ ഹൈ സ്പീഡിലൊന്നും പോകാൻ ഉദ്ദേശിച്ചുണ്ടാക്കിയതല്ല. ഒരു മീഡിയം സ്പീഡിൽ നല്ല കംഫർട്ടായിട്ട് ഓടിച്ചു പോകാനുള്ള തന്നെ സൈക്കിളാണ്. അതുകൊണ്ട് ഇതിനൊന്നും സഡൻ ബ്രേക്കിങ്ങിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതൊക്കെ മതി. ഇപ്പോഴത്തെ മോഡേൺ സൈക്കിൾസ് എല്ലാം നമുക്കറിയാമല്ലോ, കേബിൾ ബ്രേക്കാണ്. അത് കുറേ കൂടി സഡൻ ആക്ഷനാണ്. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് കേബിളൊക്കെ കംപ്ലൈൻറ്റ് വരും. ഇതിനങ്ങനെയല്ല, ലൈഫ് ലോങ് ആണ്. ഒരു സൈക്കിളിൻ്റെ ആയുസ് മുഴുവൻ ഈ ഒരു റോഡ് മതി. ഒരിക്കലും ഇതിനൊന്നും കംപ്ലൈൻറ്റ് വരാൻ പോകുന്നില്ല. റിയർ മഡ് ഗാർഡിലും റാലിയുടെ ഒരു ബാഡ്ജിങ് കാണാം. പക്ഷേ അത് മഡ് ഗാർഡ് ഇമ്പോർട്ടഡ് അല്ല. ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന സൈക്കിളിൻ്റെ ഒപ്പം വരുന്നു, ഇവിടെ വന്നിട്ട് അത് ഒട്ടിച്ച് ചേർക്കുന്നു. അതിൻ്റെ ഗുണമൊക്കെ ഇവിടെ കാണാനുണ്ട്. അത് പൂർണ്ണമായിട്ട് ഒട്ടിയിട്ടേ ഇല്ല. പിന്നെ ഒരു നല്ല റിഫ്ലക്ടറുണ്ട്. രാത്രി സമയത്തൊക്കെ വാഹനം ഓടിക്കുമ്പോൾ പുറകെ വരുന്ന വണ്ടികൾക്ക് പെട്ടെന്ന് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിഫ്ലക്ടർ കാണാം. ഇതുകൂടാതെ ഒരു ലഗേജ് ബോക്സ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പറഞ്ഞല്ലോ, പല സാധനങ്ങളും എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെയാണ്. ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ പല ഭാഗങ്ങളും എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സൈക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഭാഗങ്ങളാണ് ഇന്ത്യനാണെന്ന് മാത്രം. അതേസമയം ഇപ്പോൾ കാരിയർ
ഈ പറഞ്ഞ ലഗേജ് ബോക്സ്, ഈ സാധനം ചെയിൻ കേസ് എന്നാണ് ഇതിനെ ടെക്നിക്കലി പറയുക. ഇവിടെ ലോക്കലി ചെയിൻ കവർ എന്ന് പറയാറുണ്ട്. ഏതായാലും ഇതെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. അതിലപ്പോൾ ഈ ചെയിൻ കേസിലാണെങ്കിൽ നമുക്ക് കാണാം അതിൻ്റെ ഏരിയ വേറെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെയിൻ സ്റ്റൈൽ റാലി എന്ന് കാണുമ്പം ഇവിടെ താഴെ വീനസ് എന്ന് കാണുന്നു. കാരണം അതെല്ലാം ഇവിടെ ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങൾ അതിൽ ഫിറ്റ് ചെയ്യും. ഈ ചെയിൻ കേസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വേറെ കാര്യം പറയാനുള്ളത്, പല സൈക്കിളുകളിലും ഇങ്ങനെ ഫുൾ കവറിങ് ആയിരിക്കില്ല. ചിലതിന് ഈ മോൾ ഭാഗം മാത്രം ഒരു ഭാഗം കാണും. അതിന് കേസ് എന്നല്ല പറയുക, ചെയിൻ ഗാർഡ് എന്നാണ് പറയുക. ഇത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ചെയിനിലേക്ക് പൊടി അങ്ങനെയുള്ള ഒന്നും തട്ടില്ല. ചെയിൻ ഗാർഡിന്റെ ഉദ്ദേശം നമ്മൾ ഈ ഡ്രസ്സിന് ചെയിനുള്ള പീസൊന്നും പറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇപ്പോഴത്തെ പല സൈക്കിളുകളിലും ഇതൊന്നുമില്ല, ചെയിൻ ഗാർഡും ഇല്ല, ചെയിൻ കേസും ഇല്ല. പ്രത്യേകിച്ച് എന്നെ പോലെ ഈ മുണ്ട കൊടുത്ത് യാത്ര ചെയ്യുന്നവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ഫ്രെയിമിൽ നിന്ന് ഹാൻഡിലിന്റെ കണക്ഷൻ ഫ്രണ്ട് ആക്സിലേക്ക് കൊടുക്കുന്ന ഭാഗം, ഈ ഭാഗത്തിന് പറയുന്നതാണ് ഫോർക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ റാലിയുടെ ബാഡ്ജിങ് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഫോർക്കിന്റെ മുമ്പിലായിട്ട് ഹാൻഡിൽ നിന്ന് ഫ്രണ്ട് ആക്സിലേക്ക് വരുന്ന ഒരു സ്റ്റീൽ റോഡ്, ഒരു സ്പ്രിംഗ് റോഡ്, സ്റ്റീൽ റോഡ് കാണാം. അതിന് സ്പ്രിംഗർ ഫോർക്ക് എന്നാണ് ടെക്നിക്കലി പറയുക. ഇവിടെ പലരും ബമ്പർ എന്നൊക്കെയാണ് ഇതിനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ഒരു ഷോക്ക് അബ്സോർബറിന്റെ ഇഫക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ റോഡുകളിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനം തന്നെയാണ്. ഇതില്ലാതെ വരുന്ന സൈക്കിളുകളുണ്ട്. പക്ഷേ ഇത് പ്രത്യേകിച്ച് ഈ മോഡൽ സൈക്കിളുകൾ, ഇപ്പോഴത്തെ പല സൈക്കിളുകളിൽ ഷോക്ക് അബ്സോർബറൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് ഉണ്ടാവില്ല. അതേസമയം ഈ മോഡൽ സൈക്കിളുകളിൽ മോശം വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ ഇത് അത്യാവശ്യം തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ റിഫ്ലക്ടറിന്റെ ബാക്കിലായിട്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഒരു എൽ ഷേപ്പിലുള്ള ക്ലാമ്പ്. അത് ഹാൻഡിലേക്ക് എൻ്റെ ഫിറ്റിംഗ് ഉണ്ട്. അത് ആദ്യകാലങ്ങളിലൊക്കെ സൈക്കിളിൻ്റെ ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതാണ്. അതായത് ഈ സൈക്കിളുകളുടെയൊക്കെ തുടക്കകാലത്തിൽ തന്നെ വന്ന ഒരു സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സൈക്കിളുകളുടെ ചരിത്രത്തിൽ ഗിയർ ബോക്സ്, സ്റ്റേൺ യാർച്ചർ എന്ന കമ്പനി നിർമ്മിക്കുന്ന ഗിയർ ബോക്സ്, ആ ഗിയർ ബോക്സ് റിയർ ആക്സിലാണ് കണക്ട് ചെയ്തിരുന്നത്, റിയർ ഹബിലാണ് കണക്ട് ചെയ്തിരുന്നത്. ഹബ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, അതും ഈ സൈക്കിളിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വാലി എന്നുള്ള ബാറ്റിംഗ് ഒക്കെ അതിനുണ്ട്. ഫ്രണ്ട് ഹബിൽ ഒരു ഡൈനാമോ വരുമായിരുന്നു. അപ്പോൾ സൈക്കിൾ തിരിയുമ്പോൾ, സൈക്കിൾ ഓടുമ്പോൾ അതിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുപയോഗിച്ച് ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നു. ആ ഒരു സംവിധാനം വളരെ പണ്ട് കാലത്തെ ബ്രിട്ടനിൽ നിലവിലുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യയിലൊന്നും പക്ഷേ അങ്ങനത്തെ സിസ്റ്റം കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ വന്നിരുന്നത് ഈ റിയർ വീലിൽ അറ്റാച്ച് ചെയ്യുന്ന തരം ഡൈനാമോകളായിരുന്നു. ഇതിൽ ഏതാണെങ്കിലും ചവിട്ടുമ്പോൾ ലോഡ് കൂടുതലാണ് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഈ വീലിൽ അറ്റാച്ച് ചെയ്യുന്ന ഡൈനാമോ വന്നപ്പോൾ അതിൻ്റെ കുഴപ്പം എന്തായിരുന്നു എന്ന് വെച്ചാൽ ടയർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. കാരണം ഈ ടയറിന്റെ സൈഡിലുള്ള ഫ്രിക്ഷനിലാണ് ആ ഡൈനാമോ തിരിയുന്നത്. അതുകൊണ്ട് തന്നെ ടയർ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുമായിരുന്നു. ഇപ്പം എന്തായാലും അത്തരം സംഭവങ്ങളുടെ ഒന്നും ആവശ്യമില്ല. മോഡേൺ LED ലൈറ്റുകളൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അത്തരം ഒരു സംഭവം ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഈ ഒരു റബ്ബർ സ്ട്രാപ്പ്, അതിപ്പോൾ പൊട്ടിപ്പോയി. സ്ട്രാപ്പ് മാത്രമായിട്ട് കിട്ടാനില്ല. അതുകൊണ്ടിപ്പോൾ തൽക്കാലം ഇതേ മാർഗമുള്ളൂ. പിന്നെ ഇവൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുക, റീചാർജബിൾ ആണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നുമില്ല, ചിലവുമില്ല. ഇതിന് ഫ്രണ്ടിലും ബാക്കിലും ഒരേ സൈസ് വീലുകളാണ്. 28x1.5 അതാണ് ഇതിൻ്റെ സൈസ്. അതായത് റിമ്മിൻ്റെ ഡയമീറ്റർ 28 ഇഞ്ചും ഈ ടയറിൻ്റെ ഹൈറ്റും അതേപോലെ വിട്ടും, ഈ റേഡിയൽ ടയർ അല്ലാത്തതിനൊക്കെ ഇത് രണ്ടും ഈക്വലാണ്. അത് 1.5 ഇഞ്ച്. അതായത് പഴയൊരു സിനിമയിൽ ശങ്കരാടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഭാഗ്യതയിലുള്ള ഒരു കയറാത്തൊരു വാഹനമാണിത്, ഇതിന് ഭൂമിയായിട്ടുള്ള ബന്ധം വെറും 4 ഇഞ്ചാണ് എന്ന്. അപ്പോൾ 4 ഇഞ്ചല്ല, 1.5 ഇഞ്ച് ഉണ്ട്. ഇവന്റെ മറ്റൊരു പ്രത്യേകത, സീറ്റിനേക്കാൾ അല്പം ഉയർന്ന ഒരു ഹാൻഡിലാണ്. ആ ഹാൻഡിൽ തന്നെ ഗ്രിപ്പിന്റെ ഭാഗം കുറച്ചുകൂടി ഉയർന്നാണ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നിവർന്നിരുന്ന് സുഖമായി ഓടിച്ചു പോകാം. ഇന്നത്തെ മോഡേൺ സൈക്കിൾസ് പലതും ഇങ്ങനെയൊന്നുമല്ല. സീറ്റിനോടൊപ്പമോ അല്ലെങ്കിൽ സീറ്റിനോട് താഴെയോ ഒക്കെ ആയിട്ടാണ് ഹാൻഡിലിൻ്റെ പൊസിഷൻ. അതുകൊണ്ട് തന്നെ നട്ടലൊക്കെ വളച്ച് കൂനിയൊക്കെ ഇരുന്ന് വേണം ഇത് ഓടിച്ചു പോകുന്നത്.
എനിക്ക് പൊതുവെ നട്ടല് വളയ്ക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ കഴിഞ്ഞ ജൂൺ 21-നാണ് എന്നെ വാങ്ങിക്കുന്നത്. വാങ്ങിച്ച് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ, അതായത് കഴിഞ്ഞ മാസം സെപ്റ്റംബർ 22-ന് ബഹുകുത്ത് കേന്ദ്രത്തിൽ അത് വേണ്ടല്ലോ. അപ്പോൾ കുത്ത് വേണ്ടാതെ തന്നെ ബഹുമാന്യായ കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനും GST കൗൺസിലും എല്ലാം ചേർന്ന് സൈക്കിളിന്റെ GST ഒക്കെ ഒരുപാട് കുറച്ചു. അതുകൊണ്ട് ഒന്നുകിൽ ഞാൻ 3 മാസം കഴിഞ്ഞ് ഇത് വാങ്ങിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു 3 മാസം മുമ്പ് കുറയ്ക്കണമായിരുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് വില കുറഞ്ഞു കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എത്രത്തോളം GST ഇതിന് ബാധകമാണ് എന്ന് എനിക്കറിയില്ല. അങ്ങനെ 1.25 നൂറ്റാണ്ടിന് മേൽ പാരമ്പര്യമുള്ള ഒരു കമ്പനിയുടെ വാഹനത്തിൽ യാത്രകൾ ആരംഭിക്കുകയാണ്.